അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 10 ചൊവ്വാഴ്ച. രാജ്യത്ത് എംപോക്സ് സ്ഥിരീകരിച്ചു. ദില്ലി സഫ്ദർജംഗ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന യുവാവിന്റെ പരിശോധനാ ഫലം പോസിറ്റീവ് എന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകി. എംപോക്സിന്റെ പഴയ വകഭേദമാണ് സ്ഥിരീകരിച്ചത്. 2022 ഇതേ വകഭേദം രാജ്യത്ത് കണ്ടെത്തിയിരുന്നു. 54-ാം GST കൌൺസിൽ യോഗത്തിൽ ക്യാൻസർ മരുന്നുകളുടെ നികുതി 12% നിന്നും 5% കുറക്കാൻ തീരുമാനിച്ചെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ GST കുറയ്ക്കുന്ന കാര്യത്തിൽ നവംബറിൽ ചേരുന്ന GST കൌൺസിൽ യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നും കേന്ദ്ര ധനമന്ത്രി അറിയിച്ചു. ഇത് പരിശോധിക്കാനായി മന്ത്രിതല സമിതിയെ നിയോഗിച്ചുവെന്നും ഇന്നലത്തെ GST കൌൺസിൽ യോഗത്തിനു ശേഷം മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓണം ഉത്സവ ബത്തയായി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് 1000 രൂപ വീതം ലഭിക്കും. ഇതിനായി സംസ്ഥാന സർക്കാർ 56.91 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 100 പ്രവൃത്തി ദിനം പൂർത്തിയാക്കിയ 5.69 ലക്ഷം തൊഴിലാളികൾക്കാണ് ഉത്സവ ബത്ത അനുവദിച്ചത്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കും ഓണത്തോടനുബന്ധിച്ച് 1000 രൂപ വീതം ഉത്സവ ബത്ത അനുവദിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തരായ ADGP MR അജിത് കുമാറിനും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെയുള്ള ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കിയെന്ന തിരിച്ചറിവിൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് CPM നേതൃത്വം നിർദ്ദേശിച്ചെന്ന് റിപ്പോർട്ടുകൾ. ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 2 വിശ്വസ്തർക്കും സ്ഥാനചലനമുണ്ടാകുമെന്ന സൂചനകളും ശക്തമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ DGP ദർവേഷ് സാഹിബും ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമുമായി കൂടിക്കാഴ്ച നടത്തി. ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് കൂടിക്കാഴ്ച. സെക്രട്ടേറിയറ്റിലെ ഓഫീസിലായിരുന്നു യോഗം. പതിവ് കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ടാണ് യോഗം ചേർന്നതെന്നാണ് വിവരം. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണം അട്ടിമറിക്കാനുള്ള കഴിവൊന്നും കേരളത്തിൽ ഒറ്റയാൾക്കുമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ADGPക്കെതിരായി സർക്കാരിന്റെ അന്വേഷണം പൂർത്തിയായാൽ അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ADGP MR അജിത് കുമാറും RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGPയെ ന്യായീകരിച്ച സ്പീക്കർ AN ഷംസീർ. MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്നും RSS രാജ്യത്തെ പ്രധാന സംഘടനയാണെന്നും ഷംസീർ ചൂണ്ടിക്കാട്ടി. ADGP MR അജിത് കുമാർ RSS നേതാവ് കൂടിക്കാഴ്ചയെക്കുറിച്ച് സ്പീക്കർ ഷംസീർ നടത്തിയ പ്രസ്താവന CPMന്റെ ഔദ്യോഗിക നിലപാടാണോ എന്ന് പാർട്ടി വ്യക്തമാക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. നിഷ്പക്ഷനായിരിക്കേണ്ട സ്പീക്കർ CPMന്റെ സൂപ്പർ സെക്രട്ടറി കളിക്കുകയാണെന്നും CPM നേതാക്കൾ പോലും പറയാൻ മടിക്കുന്ന കാര്യമാണ് സ്പീക്കർ പറയുന്നതെന്നും PMA സലാം പറഞ്ഞു. കേരളത്തിൽ CPM BJP അന്തർധാര സജീവമാണെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് സ്പീക്കർ AN ഷംസീറിന്റെ പ്രതികരണമെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ MLA PV അൻവർ നടത്തിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയരുന്ന കടുത്ത വിമർശനങ്ങളെ തള്ളി ഇടത് മുൻ MLA കാരാട്ട് റസാഖ്. നവകേരളത്തെ മുന്നോട്ട് നയിക്കുന്ന പിണറായി വിജയൻ ഇതിലും വലിയ പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഈ നിലയിലെത്തിയതെന്നും ഇതെല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണെന്നും റസാഖ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ADGP MR അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് MLA PV അൻവർ വീണ്ടും ആവശ്യപ്പെട്ടു. അജിത് കുമാർ ചുമതലയിൽ നിന്ന് മാറുന്നതോടെ ഇനിയും ഒരുപാട് ഉദ്യോഗസ്ഥരും ജനങ്ങളും തെളിവുകളുമായി രംഗത്ത് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ കടുത്ത വിമർശനവുമായി CPIയുടെ യുവജന സംഘടനയായ AIYF. പോലീസിന്റെ പ്രവർത്തനം ശരിയല്ലെന്നും തൃശൂർ പൂരം അലങ്കോലമാക്കിയതിലടക്കം ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്നുമാണ് യുവജന സംഘടനയുടെ ആവശ്യം. ഈ ഓണം 100ാം ഓണം സെലിബ്രേറ്റിംഗ് 100 years ഓഫ് പുളിമൂട്ടിൽ സിൽക്സ്. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പ്രവർത്തകർക്ക് നേരെ ലാത്തി ചാർജിന് നേതൃത്വം നൽകിയ കന്റോൺമെന്റ് SI ജിജു കുമാറിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട്
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് അബിൻ വർഗി ആഭ്യന്തര സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. കോടികൾ ചെലവിട്ട് സംഘടിപ്പിച്ച നവകേരള സദസ്, എന്റെ കേരളം എന്നീ പദ്ധതികളുടെ നടത്തിപ്പിൽ വലിയ തട്ടിപ്പ് നടന്നതായും അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനി മുഖ്യ പങ്ക് വഹിച്ചുവെന്നുമുള്ള മാധ്യമ റിപ്പോർട്ടിന്മേൽ അടിയന്തര അന്വേഷണം നടത്തണമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ നടക്കുന്ന അഴിമതികളിൽ അന്വേഷണം നടത്തി നിജസ്ഥിതി ജനങ്ങളെ അറിയിക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതികളിൽ ചോദ്യം ചെയ്യൽ ഉടനുണ്ടാകുമെന്ന് സൂചന. MLAയും നടനുമായ മുകേഷ് അടക്കമുള്ള പ്രതികൾക്ക് എത്രയും വേഗത്തിൽ നോട്ടീസ് നൽകാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പ്രതികളായ നടന്മാർ പലരും നേരത്തെ തന്നെ കോടതികളിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ടെങ്കിലും ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് ഇത് ബാധിക്കില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. സംവിധായകൻ രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചു. കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പീഡന പരാതിയിൽ 30 ദിവസത്തേക്ക് രഞ്ജിത്തിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ ജില്ലാ കോടതി രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. മലയാള സിനിമാ മേഖലയിൽ പെരുമാറ്റച്ചട്ടം ആവശ്യപ്പെട്ട WCC സിനിമയിലെ എല്ലാ തൊഴിലുകൾക്കും കൃത്യമായ കരാർ കൊണ്ടുവരണമെന്ന് വനിതാ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ലൈംഗിക അതിക്രമങ്ങൾ തടയാനുള്ള വ്യവസ്ഥകളും കരാറിന്റെ ഭാഗമാക്കണമെന്നും സംഘടന ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ കൊണ്ടുവരുന്നത് താൽക്കാലികമായി തടഞ്ഞ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. പിടികൂടിയ ആനകളുടെ കൈമാറ്റം സംബന്ധിച്ച ചട്ടങ്ങൾ പ്രകാരമാണ് ഇടക്കാല ഉത്തരവ്. ലോകബാങ്ക് വിദഗ്ധ സമിതി അംഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലേക്ക് വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ ഉന്നത വിദ്യാഭ്യാസ കൌൺസിലുമായി സഹകരിക്കാൻ ലോകബാങ്കിന് താൽപര്യമുള്ളതായി അവർ അറിയിച്ചുവെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. മെഡിസെപ് പദ്ധതിയിൽ 2.5 വർഷത്തിനുള്ളിൽ നൽകിയത് 1485 കോടി രൂപയുടെ ചികിത്സാ ആനുകൂല്യങ്ങൾ. ഇതിൽ 1341.12 കോടി രൂപയും സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയ്ക്കായാണ് നൽകിയതെന്നും ധനകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സംസ്ഥാനത്തെ എല്ലാ കുട്ടികൾക്കും ഓണത്തിന് 5 കിലോ അരി വീതം വിതരണം ചെയ്യുന്നത് കുട്ടികളുടെ ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ കുട്ടികൾക്ക് ഓണത്തിന് 5 കിലോ അരി വിതരണം ചെയ്യുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കമലേശ്വരം GHSSൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അഭിഭാഷക പാനലിൽ കോൺഗ്രസ് നേതാവും പുതുപ്പള്ളി MLAയുമായ ചാണ്ടി ഉമ്മൻ. അഭിഭാഷക പാനലിലേക്ക് 2 വർഷം മുൻപാണ് അപേക്ഷിച്ചതെന്നും ഇത് രാഷ്ട്രീയ നിയമനമല്ലെന്നുമാണ് ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മാമി തിരോധാന കേസ് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് വെള്ളിമാടി കുന്നിലെ മാമിയുടെ വീട്ടിലെത്തി. കേസ് അന്വേഷിച്ച പോലീസിന് വീഴ്ച പറ്റിയെന്നാരോപിച്ച കുടുംബം ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ ഇത് പരാതിയായി നൽകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. പാമ്പ്ള ഡാം പുലർച്ചെ 1 മണി മുതൽ തുറക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ടെന്ന് ഇടുക്കി കളക്ടർ. പെരിയാറിന്റെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പ് നൽകി. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. രാമേശ്വരം കഫേ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് NIA 4 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനത്തിൽ ബംഗളൂരുവിലെ BJP ഓഫീസിൽ ബോംബ് സ്ഫോടനം നടത്താൻ പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നു എന്ന കണ്ടെത്തലും കുറ്റപത്രത്തിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് നിലപാട് മയപ്പെടുത്താത്തതോടെ ഹരിയാന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്ന സൂചനയുമായി ആം ആദ്മി പാർട്ടി. തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാണെന്നും 90 സീറ്റിലേക്കും സ്ഥാനാർത്ഥികളായെന്നും പാർട്ടി ദേശീയ വക്താവ് സഞ്ജയ് സിംഗ് MP പറഞ്ഞു. 10 സീറ്റ് ആവശ്യപ്പെട്ട ആം ആദ്മി പാർട്ടിക്ക് മുന്നിൽ 4 മുതൽ 6 സീറ്റ് വരെ നൽകാനാകൂ എന്ന നിലപാടാണ് കോൺഗ്രസ് വെച്ചത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. 20 പേരുടെ പട്ടികയാണ് AAP പുറത്തുവിട്ടത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് കരുതപ്പെടുന്ന ഭൂപീന്ദർ സിംഗ് ഹൂഡ മത്സരിക്കുന്ന ഗഡി സംപ്ല കിലോയിലും ഗുസ്തി താരം വിനീഷ് ഫോഗട്ട് മത്സരിക്കുന്ന ജുലാനയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. സംസ്ഥാനത്തെ സുരക്ഷാ ഉപദേഷ്ടാവിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ മണിപ്പൂർ സ്റ്റുഡന്റ്സ് അസോസിയേഷൻ നടത്തിയ പ്രതിഷേധത്തിൽ വ്യാപക സംഘർഷം. പ്രതിഷേധക്കാർ രാജ്ഭവന്റെ കവാടത്തിനു നേരെ കല്ലെറിഞ്ഞു. തൌബാലിൽ ജില്ലാ ആസ്ഥാനത്തെ ദേശീയ പതാക അഴിച്ചുമാറ്റി മെയ്തേയ് പതാക കെട്ടി. സംഘർഷത്തിൽ 50ലേറെ പേർക്ക് പരിക്കേറ്റു. ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹൈദരാബാദ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വ്യവസായ രംഗത്തെ പ്രമുഖർ എന്നിവരും സംബന്ധിച്ചു.
ത്രിരാഷ്ട്ര ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് സ്വന്തമാക്കി സിറിയ. ഇന്ത്യയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് സിറിയ ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിച്ചു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.